കാരണം MLA-യുടെ പരിപാടിക്ക് 2 പോലീസുകാരെ അഡീഷണൽ വേണമെന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യണം? ആരാ ഫ്രീ ആയിട്ടുള്ളത്? ഫ്രീ ആയിട്ട് ഇപ്പം ആരും ഇല്ല. ഇനി നൈറ്റ് പോയിരിക്കുന്നവർ, പെട്രോളിന് പോയിരിക്കുന്നവർ വരണം, എന്നാലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സ്റ്റേഷനിൽ ആരും ഇല്ല? സ്റ്റേഷനിൽ റൈറ്ററും ഒരാൾ ഡ്യൂട്ടിക്കുള്ളവരേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ ഡ്യൂട്ടി? എനിക്കിന്ന് ട്രാഫിക്കിലാണ്. തൽക്കാലം അവിടത്തേക്ക് വേറെ ആരെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ ഒരാൾ പോകും, പിന്നെ വരുന്നതിൽ ഒരാളെ വിടാം. ശരി ശരി. അപ്പോൾ ഇന്ന് പാസ്പോർട്ട് വെരിഫിക്കേഷന് പോകണ്ടേ മാഡം? അപ്പം അത് സത്യം നോക്കിക്കോളൂ. അത് ഞാൻ പോവാം. മാഡം, പിന്നെ ഇന്നലെ ആ ഒരു 2 പിള്ളേരെ ബൈക്കുമായിട്ട് പിടിച്ചില്ലേ, അവന്മാരെ ഇന്ന് മറ്റേ കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് എങ്ങനെ കറക്റ്റ് ചെയ്യും? ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് അല്ലേ അത്? അതെ അതെ. അത് കോടതിയിൽ ഹാജരാക്കണ്ട, എന്തെങ്കിലും പെറ്റി എഴുതി കൊടുത്ത് വിട്ടേക്ക്. അവിടെ ഒരു റെക്കമെൻഡേഷൻ വന്നായിരുന്നു മാഡം, MLA ഓഫീസിൽ നിന്ന്. എന്ത് ചെയ്യണം അത്? ഈ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് പിള്ളേരുടെ തന്നെ പാർട്ടി പിള്ളേരാണോ അവർ? പാർട്ടി പിള്ളേരാണ്, കേസാക്കുന്നില്ലല്ലോ, പേരൊന്നും രജിസ്റ്റർ ചെയ്യുന്നില്ല. ഓക്കെ. അവന്മാർക്ക് ജസ്റ്റ് ഒരു 5-10 പെറ്റി അടിച്ചു വിട്ടേ. ശരി ശരി. മാഡം, ഇന്നലെ ട്രാഫിക്ക് പറ്റിയുള്ളതെല്ലാം ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാഡം നോക്കിയിട്ട് സൈൻ ചെയ്തോളൂ അത്. അതെടുത്തിട്ട് വന്നു. സത്യം ഇന്ന് തന്നെ അത് ക്ലിയർ ചെയ്യണം. പാസ്പോർട്ട് വെരിഫിക്കേഷൻ എല്ലാം ഇന്ന് ക്ലിയർ ചെയ്തിട്ട് ആ പേപ്പറെല്ലാം കൊണ്ടുവരണം. ശരി, ഡിലേ വരുത്തരുത്. ഇല്ല ഇല്ല. മാഡം, പിന്നെ ഇന്ന് 4 മണിക്ക് DYSP ഓഫീസിൽ നമ്മുടെ സർക്കിളിലുള്ള എല്ലാ ഇൻസ്പെക്ടർമാരുടെയും മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 3 മണിക്ക് വേറെ നമ്മുടെ ഇവിടെ മുഖ്യമന്ത്രി പോകുന്നതിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് നീങ്ങിയാൽ പോരെ? അത് മതി. ശരി, ഓക്കെ. മന്ത്രി ആദ്യം പോട്ടെ, ശരി, എന്നിട്ട് പോയി കാണാം. മാഡം, പിന്നെ വേറൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ജീപ്പിന് ഒരു മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ മാഡത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. വലിയൊരു മിസ്സിംഗ് അല്ലേ, ഇപ്പോഴാണോ അത് പറയുന്നത്? നമുക്ക് വേറെ വണ്ടി എക്സ്ട്രാ ഇല്ലല്ലോ മാഡം. അപ്പോൾ ഈ വണ്ടി എന്തെങ്കിലും കാര്യങ്ങളിൽ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇല്ലാതെ വരും. മാഡം ഒരു റിക്വസ്റ്റ് DYSP ഓഫീസിൽ കൊടുക്കുവാണെങ്കിൽ മാത്രമേ ഇത് വർക്കിംഗ് ആയില്ല. പ്രശ്നം ഇപ്പം 2 ദിവസമായിട്ട് ഇച്ചിരി കൂടുതലാണ്. നേരത്തെ വല്ലപ്പോഴും മാത്രമേ ഉള്ളായിരുന്നു. മാഡം എപ്പോഴും ഓട്ടത്തിലായിരുന്നല്ലോ, അപ്പോൾ സ്റ്റേഷനിൽ വരാൻ പറ്റിയില്ല. അത് റെഡിയാക്കാൻ കൊടുത്താൽ പെട്ടെന്ന് കിട്ടുമോ? അവിടുത്തെ നമ്മൾ കൊടുക്കുന്ന മറ്റേ വർക്ക്ഷോപ്പിൽ ഒരുപാട് പെൻഡിങ് ഉണ്ട്. അതുകൊണ്ട് അവരൊരു സാമട്ടിൽ നിൽക്കുവാണ്. അവരുടെ ആ എമൗണ്ട് ഒന്ന് തീർത്ത് കൊടുക്കുവാണെങ്കിൽ അവരെ കുറച്ചുകൂടി തീർത്തത് തന്നെ. എന്തായാലും ഞാൻ നോക്കട്ടെ, വിളിച്ച് പറയാം. ഓക്കെ മാഡം. വേറെ എന്തെങ്കിലും? വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മാഡം. പിന്നെ സത്യക്ക് ഞാൻ കുറച്ച് പെറ്റി കേസുകൾ കാര്യങ്ങൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫയലുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ലാസ്റ്റ് ക്ലിയർ ചെയ്ത് മാഡം സൈൻ ചെയ്ത് അങ്ങോട്ട് അയച്ചാൽ മതി. ഈ പ്രാവശ്യം നമുക്ക് മന്ത് എൻഡ് ആയതുകൊണ്ട് ഇത്ര രൂപ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട് DYSP ഓഫീസിൽ. അപ്പോൾ നമ്മൾക്ക് ഇനിയൊരു 2 ലക്ഷം രൂപയുടെ കൂടി വരാനുണ്ട്. ഇപ്പോൾ 6 ദിവസങ്ങളിലേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒന്ന് ഇറങ്ങിയാൽ മതി. സത്യ ആള് തന്ന പെറ്റി കേസ് എല്ലാം ക്ലിയർ ചെയ്ത് തരണം. പിന്നെ വാറണ്ട് പോകാനുള്ളവരുടെ പേപ്പറുകൾ അത് കറക്റ്റായിട്ട് വിളിച്ചു നോക്കുക. വീട്ടിലുള്ളവർക്ക് അത് വീട്ടിൽ കൊണ്ട് കൊടുക്കുക, അല്ലാത്തവർക്ക് ഫോണിൽ അയച്ചു കൊടുക്കുക. അതെല്ലാം ഇഷ്യൂ ചെയ്ത് നമുക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് അടപ്പിക്കണം. പിന്നെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ അത് ഇന്ന് തന്നെ ചെയ്യണം. അവിടെ ചെന്നിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കരുത്, പെട്ടെന്ന് തന്നെ വേണം, എത്രയും പെട്ടെന്ന്. കേട്ടല്ലോ? എല്ലാം കഴിഞ്ഞിട്ട് 2 മണിയാകുമ്പോൾ റിട്ടേൺ വരെയും വേണം. 3 മണിയാകുമ്പോൾ പോകാനുള്ളതാണ് കേട്ടോ. ശരി, ഒന്ന് വന്നേ. എന്താ പാസ്പോർട്ട് വെരിഫിക്കേഷൻ്റെ അതിന് പോയിട്ട് നേരെ ഇവിടെ വരണം. 2 എണ്ണേ ഉള്ളൂ. ആ 2 എണ്ണം തീർത്തിട്ട് പെട്ടെന്ന് ഇവിടെ വരണം. ആ വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ, അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുണ്ട്. 2 കേസ് ഫയൽ നോക്കിയെടുത്ത് തരാനുണ്ട്, അത് നോക്കിയെടുത്ത് തരണം. പിന്നെ ഒരു വാറണ്ട് കേസ് പ്രതി, അതൊരു ലേഡിയാണ്. അതെവിടെയായിരുന്നു? അത് ഇവിടെ അടുത്ത് തന്നെ, ഏകദേശം 1 കിലോമീറ്റർ എന്തേ ഉള്ളൂ. അത് മക്കിയിൽ തന്നെ പോകണം. പോയിട്ട് അതൊന്ന് തിരക്കണം. അവര് സ്ഥലത്തില്ലെന്നാണ് പറയുന്നത്, പക്ഷെ അവരെ കുറിച്ച് കുറച്ച് കംപ്ലൈന്റുകൾ, കോളുകൾ കിട്ടുന്നുണ്ട്. എന്തായിരുന്നു പ്രശ്നം? വാറ്റ് കേസ് എന്താണ് ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പറയണം. അതുകൊണ്ടാണ് കേട്ടോ. ശരി എന്നാൽ മാഡം. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. അഭിജിത്ത് എന്ന് പറഞ്ഞാൽ 3 അപ്പോയിൻമെന്റ് കഴിഞ്ഞില്ലേ, അവൻ നമ്മുടെ ഡ്യൂട്ടി കാര്യങ്ങളൊന്നും ചെയ്തിട്ട് അവൻ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞപ്പോൾ അവരെ നമ്മൾ ഒരേ റാങ്കില്ലേ, താനെന്നെ മരിപ്പിക്കേണ്ടതൊക്കെയാണ് പറയുന്നത്. ഞാനോട് അവനായിട്ടൊന്ന് സംസാരിക്കും. ഇനിയിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇന്ന് ട്രാഫിക്കിലാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ അവൻ അവിടെ നിന്ന് കറക്റ്റ് ആയിട്ടൊന്നും നിൽക്കുന്നില്ല. അവൻ കുറച്ച്
നേരം നിന്നിട്ട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. അവിടെ എപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ്. പറയുന്ന കാര്യങ്ങളൊന്നും മര്യാദ നോക്കില്ല. മാഡം ഒന്ന് വിറപ്പിച്ച് നിർത്തിയാലേ പയ്യെ നിൽക്കുള്ളൂ. ജെൻസി പിള്ളേരല്ലേ മാഡം? അത് സാരമില്ല, 2 ദിവസം അവന് നൈറ്റ് ഇട്ടാൽ മതി. ശരി, പാറാവ് നിൽക്കുമ്പോൾ പഠിച്ചോളൂ. ഗുഡ് മോർണിംഗ് മാഡം. തന്റെ യൂണിഫോം എവിടെയാണോ? യൂണിഫോം ഇല്ലാതെ എന്റെ മുന്നിൽ വരുന്നത് പലതവണ പറഞ്ഞിട്ടില്ലേ? മാഡം ഞാൻ വന്നേ ഉള്ളൂ. അപ്പോൾ സൂത്രൻ സാറ് പറഞ്ഞു മാഡത്തിന് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. മാഡം പിന്നെ 2 പേര് പരാതി പറയാൻ വന്നിട്ടുണ്ട്. എന്താ കേസ്? ചീറ്റിംഗ് കേസാണെന്നാണ് പറഞ്ഞത്. ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിപ്പ് അങ്ങനെ പറയുന്നത്. മാഡം പിന്നെ നമ്മൾ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അവരെ അകത്തേക്ക് വിളിക്കും. ശരി മാഡം. ഒരു കസേര എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. എനിക്ക് രാഷ്ട്രീയക്കാരെ കാണുന്ന അത്ര കരി വേറെയൊന്നുമില്ല. അപ്പം എന്നെ പോലെ അടിമോനും കൊണ്ട് വരട്ടെ. അവൻ്റെ പിടുക്ക് പറിച്ച് ഞാൻ പൊട്ടിക്കിട്ട് കൊടുക്കും. ഹലോ, കുഞ്ഞു മുഹമ്മദ് അല്ലേ? അതെ, ആരാണ്? ഞാൻ ടൗൺ സ്റ്റേഷനിലെ SI പ്രവീണ. എന്ത് പറ്റി മോളെ? വേറെ എവിടെയെങ്കിലും ട്രാൻസ്ഫർ ആക്കി തരണോ? വേണ്ടക്ക, ഇവിടെ തന്നെയാണ് സുഖം. ഇക്ക ഇവിടെ വരെ ഒന്ന് വരണം. ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? പരാതിയോ? എനിക്കെതിരെയോ? മോൾക്ക് ആള് മാറിയതായിരിക്കും. ആളൊന്നും മാറിയിട്ടില്ല. കുഞ്ഞു മുഹമ്മദ് ഇങ്ങോട്ടൊന്ന് വാ, ഇവിടെ വന്നിട്ട് ബാക്കി സംസാരിക്കാം. സാഹിബ് വന്നിട്ടുണ്ട്. കേട്ടിവിടെ കേട്ടിവിടെ. ഇരിക്കണം സാർ. നിങ്ങളെ പോലുള്ള വലിയ ആളുകളെ കാണാൻ ഒരുപാട് നേരം കാത്തിരിക്കണമല്ലോ. എന്ത് ചെയ്യാനാണ് മാഡം, തിരക്കല്ലേ? നിങ്ങളുടെ പേരിൽ ഒരു പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഒന്നും അറിയണം. കണ്ട പീറ പെണ്ണുങ്ങൾ എന്റെ പേരിൽ പരാതി ചെയ്താൽ നിങ്ങൾ എന്നെ വിളിപ്പിക്കോ? എന്താടാ, പെണ്ണുങ്ങൾക്ക് ഇവിടെ വിലയില്ലേ? നിനക്കെതിരെ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് എടുത്തേക്കുന്നത്. കുറച്ചു നാള് നീ പുറം ലോകം കാണില്ല. നിന്റെ വിചാരം എന്താണ്? ഒരു തൊക്കട സ്റ്റേഷനോ തൊക്കട സൈ, അതിനപ്പുറം ഒന്നുമല്ല നീ. നീ ആരോടാടാ കളിക്കുന്നത്? ഹലോ 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 ഹലോ
നിങ്ങളുടെ കൈക്കറുത്തതിനൊക്കെ മനസ്സിലായോടോ? എനിക്ക് മനസ്സിലായി മാഡം. എന്തോ മനസ്സിലായി? എനിക്ക് മനസ്സിലായി. എന്തോ മനസ്സിലായി നിനക്ക്? മാഡം വയ്യ നിനക്ക്. പെണ്ണുങ്ങളെ നിനക്ക് വിലയില്ലട പന്ന നായിന്റെ മോനെ. നിനക്ക് എന്താടാ? നിനക്ക് പെണ്ണ് നീ എന്നെ സ്ഥലം മാറ്റുമോ? നീ എന്നെ അങ്ങ് തൊലിക്കുന്നു. നിനക്ക് ഒരു വിലയില്ലേ നിനക്ക്? പെണ്ണെന്ന് പറഞ്ഞാൽ നിനക്ക് വിലയില്ലേ നിനക്ക്? നീ എവിടെ കിടന്ന് പിടയ്ക്കുന്ന നീ? നിന്നെ പോലുള്ള ഊള രാഷ്ട്രീയക്കാരെ എനിക്ക് പുല്ലോടാ. ഇപ്പൊ 9 വെറുപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. പിന്നല്ലേ നിന്നെ പോലെ ഒരു ചെറ്റ. എടാ കഴിവേറി, നിന്റെ പഴയൊരു കേസ് ഞാൻ കുത്തി പൊക്കുന്നുണ്ട്. നിന്റെ കുറെ കുൽസിതം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിന്റെ പാർട്ടിക്കാര് തന്നെ തന്നതാ. നീ തീരുവടാ, നിന്നെ ഞാൻ തീർക്കും. നീ അടുത്ത MLA സ്ഥാനം സ്വപ്നം കണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇനി അത് നടക്കൂല. ഇത് നിന്റെ അവസാന കളിയാ. പെണ്ണുങ്ങളുടെ മേത്ത് കൈവയ്ക്കുമ്പോ നീ അതൊക്കെ ഓർക്കണം. പകല് മൊത്തം നിനക്ക് സദാചാരം, രാത്രിയാവുമ്പോ നിനക്ക് അപരാധം. അല്ലട പന്ന നായിന്റെ മോനെ. കഴിഞ്ഞ 18-ാം തീയതി ബാംഗ്ലൂർ നീ എന്തെടുക്കുകയായിരുന്നു? ബാംഗ്ലൂർ പാർട്ടി മീറ്റിംഗ് ആയിരുന്നു മാഡം. പാർട്ടി മീറ്റിംഗാ? പന്നി. നീ ഒരു 17 വയസ്സുള്ള കുഞ്ഞുമായിട്ട് കുത്തിമുറിയുന്ന വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിന്റെ പാർട്ടി പ്രവർത്തനം ഓക്സോയാണ്. അടിച്ച് നടന്നതിന്റെ തെളിവ് ഉൾപ്പെടെ കൈ കിട്ടിയേക്കുന്നത്. പന്ന നായിന്റെ മോനെ. ആ ഒരൊറ്റ വീഡിയോ പുറത്തു വിട്ടാ മതി. നീ തീർന്നടാ, നീ തീർന്നു. ഇനി എന്തെങ്കിലും ഒരു റെക്കമെൻഡേഷൻ എന്നോ മരുന്നോ പറഞ്ഞ് നീ ഇനി വിളിച്ച നിന്റെ കാര്യം പോക്കാം. പിന്നെ കേരളത്തിലെ പിള്ളേർ ലൈവായിട്ട് നിന്റെ വീഡിയോ ആയിരിക്കും കാണുന്നത്. അത് ഓർമ്മയിലിരുന്നാ നിനക്ക് കൊള്ളാം കേട്ടോടാ. ഊരടാ നിന്റെ ഷർട്ടും മുണ്ടും അവന്റെ വെള്ള കൊല്ലം. ഊര ഷർട്ട് ഊര്. എന്താണ് എത്ര പേടി നിനക്ക് ഊരാൻ? ഈ ഷർട്ട് ഇടാ.
എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. പൂരങ്ങള് എന്താണ് ഞാൻ ചെയ്യാൻ മാം? ഇവിടെ കല്യാണം നടക്കാൻ പോകുന്നു. ഒരു വെള്ളമിന്റെ പ്ലീസ് മാം, പ്ലീസ്. കതറിട്ടവൻ വരെ പോണെന്നത്ര കളി എനിക്ക് വേറെ ഇല്ല. പറയടാ നമുക്ക്. റബ്ബേ, എന്താ റബ്ബേ? ഭൂഷാൻ താടി വെള്ളം ഇട്ട് നടക്കുമോ അപരാധിക്ക്. മര്യാദക്കല്ലെങ്കിൽ പെണ്ണുങ്ങളോട് മര്യാദക്ക് പെരുമാറിയില്ലെങ്കിൽ ഒരു തവണ കൂടി വിടിഞ്ഞ പൊന്നായി വീട് മാം. അടുത്ത വട്ടം നിന്നെ വിളിക്കുമ്പോ ഈ മുണ്ട് പോലും ഉണ്ടാവില്ല എന്നെ കൊടുക്കാൻ. ഷഡിപ്പുറത്ത് തല വീഴായതിനെ ഞാൻ കെട്ടി തൂക്കും. കേട്ടോളെ കൊച്ചി കയറി. ചെയ്തിട്ട് ഒരാളായി നിന്നെ കുഴപ്പത്തിലോ ഉമ്മ. പെണ്ണിന് വിലയില്ലാത്തവന്റെ ഉമ്മ. എപ്പോഴാ ഓടുന്നത് നീ? എപ്പോഴാ ഓടുന്നത്? ഉമ്മാന്ന് വിളിക്കും, ഉറക്കം വിളിക്കും. അയ്യോ അല്ലമ്മ. പെണ്ണിന് വില ഉണ്ടോടാ? അടുത്ത വട്ടം പെണ്ണുങ്ങളെ കൈയുടെ ചൂടായിരിക്കണം നീ ഓർക്കുന്നത്. അല്ലെങ്കിൽ ഈ അടുത്തായിട്ട് ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ കുത്തിക്കഴപ്പ് പുറത്ത് ആറണമെന്ന് നോക്കാം. ഞരമ്പ് രോഗികൾ കുറെ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് തെമ്മാടിത്തരം കാണിച്ചിട്ടാണല്ലോ വിളിച്ചാൽ മാറും അത്. എടീ, ഞാൻ ആരാണെന്നും എന്റെ പൊളിറ്റിക്കൽ പവർ എന്താണെന്ന് നീ അത് ഞാൻ തന്നെ അറിയിക്കും. നീ ഓർത്തോ? എങ്കിൽ നിനക്ക് പറ്റുന്നത് നീ ചെയ്യടാ. ഞാൻ നോക്കട്ടെ നീ ആരാണെന്ന്. ഇവന് 2 ദിവസം ഭക്ഷണമോ വെള്ളമോ കൊടുക്കരുത്. പട്ടിണിക്ക് കിടക്കട്ടെ ലോക്കപ്പില്.
നീതു നീതു എന്താണ് പറ്റിയേ? എന്താണ് ഇങ്ങനെ ചെയ്തേ? നീതു എടീ എണീക്ക്. എന്താ പറ്റിയേ? എടീ നീതു മോളെ നീതു നീതു എണീക്കടി. എടീ എടീ എണീക്കടി. ഇതാരാണ് ചെയ്തേ? നീതു എടീ കണ്ണു തുറക്ക്. എടീ 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 എണീക്ക്. എണീക്കടി. ഇതാരാ ചെയ്തേ? എണീക്ക്. നീതു 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 എണീക്ക്. നീതു എടീ എടീ നീ എന്റെ മുതലാളിയുടെ കേസ് കൊടുത്ത് അകത്താ കൊല്ലടി. കടിച്ച പാമ്പിനെ കൊണ്ടുള്ള വിഷം ഉറപ്പിക്കാൻ നീ കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിന്നെ ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു തരാം. നിന്നെ കൊണ്ട് ഞാൻ സീരിയൽ വിളിച്ചു വെട്ടിക്കും. ഞാൻ പറഞ്ഞതുപോലെ നീ അവളോട് പറയടി. സുപ്രധാന തെളിവുകളെടുക്കും അവളോട് ഒറ്റക്ക് വരാനും കൂടി പറ. ഇല്ലെങ്കിൽ ചേച്ചി ഞാൻ തീർക്കും. വേണോ വേണോ? ലക്ഷ്മിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ മാഡത്തിന് വന്നിട്ട് പരാതി തന്നില്ലായിരുന്നു. അതിന്റെ സുപ്രധാന തെളിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് മാഡം. എനിക്ക് അങ്ങോട്ട് സ്റ്റേഷനിൽ വരാൻ പറ്റത്തില്ല. മാഡം ഒറ്റക്ക് വന്നാൽ ഇവിടെ ഞാനതൊന്നും തരാം. നമുക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വരാത്തെ. മാഡം ഇന്ന് തന്നെ വരുമോ? ഇപ്പൊ വന്നോളൂ മാഡം, ഞാനിവിടെ തന്നെ ഉണ്ട്. ഓക്കെ മാഡം. എന്നെ എന്റെ ചേച്ചി ഒന്നും ചെയ്യരുത്. നിങ്ങൾ പറഞ്ഞത് എന്തും ഞങ്ങൾ ചെയ്യാം. അങ്ങനെ വഴിക്കുവാ. നീ നിന്റെ SI മേടം വരുന്നവരെ നീ എന്റെ അടിമയാ. അവിടെ പോയി മുട്ടുകുത്തി നിക്കണി. പറഞ്ഞു കേട്ടില്ലേ? എന്താടി നിന്റെ മുട്ട് കിടക്കുന്നുണ്ടടി? സ്റ്റേഷനിൽ പോട്ടെ കൂന്തളിക്ക് പാടിപ്പോയി ഓർമ്മയുള്ളൂ. എന്റെ മേഡം ഇപ്പൊ എത്തും. അവള് വരുമ്പോഴേ അപ്പോഴും സർപ്രൈസ് കൊടുക്കണ്ടേ? നീ എന്ത് പരാതി കൊടുത്തത്? നിന്നെ റേപ്പ് ചെയ്തല്ലേ? ഇന്ന് നിന്നെ കൊണ്ട് തന്നെ ഞാൻ നിന്നെ റേപ്പ് ചെയ്യും. ആ സാരം കഴിച്ചു മാറ്റി.
അടിക്കോ അല്ലെങ്കിൽ ഞാൻ വന്നടിക്കണം? എന്താണ് നിനക്ക് ഇത്ര നാളം? എന്നെ നീ ഡേഞ്ചറാക്കരുത്. ഞാൻ അങ്ങോട്ട് വരണ. ഞാൻ അടിക്കാൻ തുടങ്ങിയ പിന്നെ ഇതൊന്നും അല്ല. എന്നെ അങ്ങോട്ട് പഠിപ്പിക്കരുത്. പെട്ടെന്ന് ചെയ്തു. അല്ലെങ്കിൽ ഈ കിടക്കുന്ന ചേച്ചി അയ്യോ വേണ്ട. ചേച്ചിനെ ഞാൻ ആവും. എന്നെ കുറിച്ച് നിനക്ക് അറിയില്ല. ഇൻസ്പെക്ടർ വന്നതിന് ശേഷം അവളെ കൈകാര്യം ചെയ്യണം. ഇതെനിക്ക് പിന്നെ കഴിക്കത്തില്ല. അങ്ങനെ വഴിക്കുവാ. ഞാൻ അങ്ങോട്ട് വരടാ. വീടാക്ക് അതിപ്പോ എത്തും. അതിന്റെ ഒന്ന് നല്ലോണം കാണട്ടെ. വായിലേക്ക് കുത്തിക്കേറ്റ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണ്ട. അത്ര കേവലോ ഒന്നുകൂടി തള്ളിക്കേട്ടെ. ഫുള്ള് കേട്ടടി. ഒരു ബലത്തിലെ ആ ടേബിൾ ക്ലാസ്സിലിരിക്കട്ടെ. അടുത്ത അണ്ണാക്കി പൊട്ടി പൊട്ടിക്കാൻ അല്ലെ ഞാൻ അങ്ങോട്ട് വരണ്ട. എന്താടി അല്ലെന്നാ കൈമാറ്റടി കേട്ടെ മുട്ടൊത്തിക്കടി. നിനക്കൊക്കെ എത്ര ധൈര്യമുണ്ടോ എനിക്കങ്ങനെ നീ പരാതി കൊടുത്ത് എന്റെ ഇക്കാന്റെ പവർ നിനക്കറിയോ? എന്റെ ഇക്കാന്റെ സ്വഭാവം വെച്ച് ഇന്നലെ തന്നെയൊക്കെ നിന്നെ തട്ടേണ്ടതാ. നീയൊക്കെ രണ്ട് പീറ പെണ്ണുങ്ങളായിപ്പോയി. ഇപ്പൊ സ്റ്റേഷനിൽ പോകുന്നുണ്ടേ. നല്ല റിച്ചാണല്ലേടി. എത്ര പോലുണ്ടടി? കയ്യെടുക്കടി. എത്ര പോലുണ്ട്? ഞാൻ എന്തൊരു മാറ്റാണ് നിന്റെ മാമൂടി കെട്ടിയാലേ എങ്ങനെ സംസാരിക്കണം. പക്ഷേ എനിക്കതൊന്നും അറിയേണ്ട ആവശ്യം. ഞാനിങ്ങനെ ഓരോ കാര്യം ചോദിച്ചുകൊണ്ടേ പറയടി കൊല്ല പൊലയാടി മോളെ. ഇത് വെച്ച് നിന്റെ സ്റ്റേജിൽ തന്നാലുണ്ടല്ല നിന്റെ കുടലും മണ്ടും കുറഞ്ഞു നടക്കും. നീ എന്തൊക്കെ ഡീറ്റെയിൽസ് എന്റെ ചാനലിൽ നീ കൊടുത്തിട്ടുണ്ട്? സത്യം പറഞ്ഞു. എന്റെ ഏറ്റവും ഡീസന്റ് മുഖോട് നീ ഇപ്പൊ കണ്ടത്.
എനിക്ക് 2 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യവും അറിയണം. 29 എന്റെ പരോള് കഴിയാ. അതിനു മുമ്പ് ഈ കേസ് ഞാൻ തീർത്തിട്ടേ പോവുള്ളൂ. പറയടി, പറയടി. നീ ആ പീറ ഇൻസ്പെക്ടറെ കണ്ടിട്ടേ നീ അധികം കിടന്ന് ഞങ്ങളിക്കണം കേട്ടാ. അവളെ എന്റെ സ്കെച്ചാണ്. ഞാൻ അവളെ ഞാൻ തീർക്കും. മലയാളി കൂടെ വന്നോ കൈകാരി രണ്ട് കൈകാരി. ഒക്കടി അവരുടെ കാര്യമൊന്നും ഞാൻ റെഡിയാക്കിയിട്ടേ നിനക്ക് വേണ്ടത് ഞാൻ തരാം കേട്ടാ. മടങ്ങി നിന്നോ കേട്ടാ. Oh